ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംബ്രോയ്ഡറിയിലെ ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഫസ്റ്റ് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസും. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഈവൻ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഏറ്റവും ഫസ്റ്റത്തെ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈവൺലി ഗ്യാപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളിത് പതിയെ താഴ്ത്തിക്ക് ഇറക്കുക. ദെൻ റോങ് സൈഡിൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ കൂടെ കടത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ, അതിൽ ഫസ്റ്റ് വരുന്നത് അൺഈവൻ റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈവൺ ആയിരിക്കും. ഇനി അൺഈവൻ റണ്ണിങ് സ്റ്റിച്ചാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. അതെന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം വലുതാണെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും കറക്റ്റ് തന്നെ ഇടാം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ചെറുതിടാം. ഡിസ്റ്റൻസ് സെയിം തന്നെ. കണ്ടായിരുന്നോ? ഡിസ്റ്റൻസ് സെയിം തന്നെ, സ്റ്റിച്ചിൽ മാത്രം വ്യത്യാസം. അതായത് ഒരെണ്ണം വലുതും ദെൻ ഇടുന്ന ഡിസ്റ്റൻസിൽ ആദ്യം എത്ര ഡിസ്റ്റൻസ് ആണോ ഇട്ടത് അത് തന്നെ ഇടാം. ദെൻ അടുത്ത സ്റ്റിച്ച് ചെറുതിടാം. ഒരു വലുത് ഒരു ചെറുത് എന്നുള്ള രീതിയിൽ ഇട്ട് പോവാം. ഇതാണ് എന്ത് വരുന്നത്, അൺഈവൻ റണ്ണിങ് സ്റ്റിച്ച്. നമുക്കിതും ലോക്ക് ചെയ്യാം. ഇനി വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച്. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ഇട്ട് പോവാം. സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം.
വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ പറഞ്ഞു. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൺ ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈവൺ ആയിരിക്കും. അതിൻ്റെ വേരിയേഷനാണ് അൺഈവൺ എന്ന് പറയുന്നത്. അപ്പോൾ അൺഈവൺ എന്ന് പറഞ്ഞാൽ ഒരു വലുതും ഒരു ചെറുതും പിന്നെ വലുത് ചെറുത് അങ്ങനെ പോകുന്നത്. ഇനി വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്ത് വരാം. എന്നിട്ട് അടുത്ത റണ്ണിങ്ങിലേക്ക് അത് കയറ്റിയിട്ട് ടൈറ്റായിട്ട് വലിക്കാം. കണ്ടോ? ദെൻ ഇത് നേരെ സെൻറ്ററിലേക്ക് തന്നെ ഇറക്കിയിട്ട് അത് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം. ഇതാണ് വിപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ. ലോക്ക് ചെയ്യേണ്ടത് സെയിം മെത്തേഡ് തന്നെ. അടുത്ത വേരിയേഷൻ വരുന്നത് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെ വീണ്ടും ഇടാം. കണ്ടോ? ഇനി ഇത് സെയിം തന്നെ രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കാം. വിപ്പിഡിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് മാത്രമേ ലേസ്ഡിനുള്ളൂ. നമ്മളതെടുത്ത പോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. വിപ്പിഡ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റാക്കി ചെയ്യുന്നു. ലേസ്ഡ് ചെയ്യുമ്പോൾ ഒരു പ്രപ്പോർഷനിൽ അതിനെ ഇറക്കി നിർത്താം. ശരിക്കും പറഞ്ഞാൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് 6 ത്രെഡ് ഇട്ടിട്ട് ലേസ്ഡും ഇതൊക്കെ ചെയ്യുമ്പോൾ 6 ത്രെഡ് ഇട്ടിട്ട് ചെയ്യാം. കാരണം കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക അങ്ങനെയാണ്. റണ്ണിങ് സ്റ്റിച്ചും നമുക്ക് 6 എണ്ണം ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 എണ്ണം ഇട്ടിട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ത്രെഡാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ സൂചി ഹോള് വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 എണ്ണം ചെയ്യാൻ സുഖമായതുകൊണ്ട് അങ്ങനെ ഇട്ടത്.
നമുക്കൊന്നില്ലെങ്കിൽ 6 എണ്ണം ഇടാം, അല്ലെങ്കിൽ 3 എണ്ണം ഇടാം. കണ്ടോ, ഇതാണ് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. പിന്നെ എംബ്രോയ്ഡറി ത്രെഡ് എപ്പോഴും ആങ്കറിൻ്റെ ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഭംഗി കിട്ടുക. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്യുക. സെയിം രീതിയിൽ തന്നെ നടുക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാം. കണ്ടോ, ലോക്ക് അതേപോലെ തന്നെ വിപ്പിഡിൽ നമ്മൾ ലോക്ക് ചെയ്ത പോലെ തന്നെ ലേസിഡിലും നമുക്ക് ലോക്ക് ചെയ്യാം. ദെൻ ഇനി അടുത്തത് വരുന്നത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണ്. ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് 2 കളേഴ്സ് ഇട്ടിട്ട് റണ്ണിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു റണ്ണിങ് ഇടാം. ഇത് നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. അതായത് ഒരു റണ്ണിങ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം മറ്റേത് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാം. അതിനുശേഷം ഈ ഗ്യാപ്പിൽ വേറൊരു കളർ ത്രെഡ് കൊണ്ട് ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ മാജിക് റണ്ണിങ് സ്റ്റിച്ച്. ഇതും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇത് റണ്ണിങ് സ്റ്റിച്ച്, വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച്, ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആൻഡ് അൺഈവൻ റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് ബാക്കി 4 എണ്ണം.